ഇല്ലറിയാലേ ഞാനൊരു പടത്തിന്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കാം കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പടമാണോ ചോദിച്ചാൽ പുതിയ പടമല്ല. എന്നാ ഇനി അപ്കമിങ് അല്ല, ഒരു നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നും വേണ്ടില്ല റിവ്യൂ പറയാൻ പോണേ. ഞാൻ അത് പറഞ്ഞ കുറച്ച് കൂടിപ്പോ. അപ്പൊ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ പടം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പടം തുടങ്ങി അതിനേക്കാൾ എഫക്റ്റ് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ള ഒരു പടമാണ് ഇല്ലാടല്ലേ. വേറെ ഏതൊരു ഇല്ലാതെ നമ്മുടെ സ്വന്തം തല എന്ന് വെച്ചാൽ നമ്മുടെ ചോട്ടാ മുംബൈ. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഇല്ല സീരിയസ് ആയിട്ട് ഞാൻ ജനിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് ജനിച്ച് കുറച്ചുകൂടി വലുതായി ഈ ലെവലാണെങ്കിൽ നമ്മളന്ന് റിവ്യൂ പറഞ്ഞേനെ. അന്ന് റിവ്യൂ പറയാൻ പറ്റില്ല എന്തായാലും. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നു. ഞാൻ മിനിഞ്ഞാന്ന് പടത്തിന് പോയി ഇല്ലടല്ലേ. ഇന്നലെ റിവ്യൂ ഇടാനൊന്നും പറ്റില്ല, ഇന്നലെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയ കാരണം അപ്പൊ റിവ്യൂ ഇടാൻ പറ്റില്ല. മിനിഞ്ഞാന്ന് പോയി ഏകദേശം പടം ഇറങ്ങിയിട്ട് 1, 2, 3 രണ്ടാമത്തെ ദിവസമാണ് ഇല്ലടല്ലേ. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് തോന്നുന്നു. സെക്കൻഡ് ഷോയ്ക്ക് പോയതാണ്ടാ. എന്റെ മോനെ ടിക്കറ്റ് കിട്ടിയില്ല എന്നൊരു സിറ്റുവേഷൻ. അവസാനം ലാസ്റ്റ് ടിക്കറ്റ് ഞങ്ങൾ പറഞ്ഞു ടിക്കറ്റ് വേണ്ട, കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ സീറ്റിലിരിക്കും, ഞങ്ങൾ അവിടെ സ്റ്റെപ്പിലിരിക്കാന്ന് പറഞ്ഞു പിള്ളേരൊക്കെ. മനസ്സിലായില്ലേ? ലാസ്റ്റ് കുറച്ച് പേര് സ്റ്റെപ്പിലിരുന്നു, കുറച്ച് പേർക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ മാറിയിരിക്കുന്നു. എന്റെ മോനെ ഇജാതി വൈബിതൊരു പടവില്ല. സത്യം പറഞ്ഞ ഈ സമയത്ത് അത് ഇറക്കിയതാണെങ്കിൽ ഇല്ലാറില്ല, ഒന്നും പറയാനില്ല. ഏകദേശം 100 അല്ല 200 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടാവും. സത്യം പറയാലോ. പക്ഷെ ഇന്ന് ഇറക്കിയതാണെങ്കിൽ അന്നത്തെ നമ്മുടെ ക്യാരക്ടേഴ്സ് അതിലുണ്ടാവില്ല. എസ്പെഷ്യലി മണിച്ചേട്ടൻ, പിന്നെ നമ്മുടെ ഹനീഫിക്ക, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇല്ലാതെ, അവരൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരൊക്കെ ഉള്ള ഒരു പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജിമ്മാണില്ല. മലയാള സിനിമയിലെ ജിം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തും തിരിച്ചു കൊടുക്കാൻ കിട്ടാത്ത, കൊടുത്താൽ കിട്ടാത്ത ഒരു സംഭവം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിലമതിക്കാത്ത കുറെ നടന്മാരാണ് അവരൊക്കെ. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല അല്ലേ. ഇപ്പൊ പുതുതായിട്ട് ന്യൂജൻ പിള്ളേർക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന വെച്ചാൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. ഏകദേശം കുറച്ച് തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഞങ്ങൾ പാലക്കാട് ഒരു തിയേറ്ററേ ഉള്ളൂ. മണ്ണാർക്കാട്ട് പിള്ളേർ വന്നിരിക്കട്ടോ. അമ്മാതിരി വൈബ് പറഞ്ഞല്ലേ. ഇതുപോലൊരു വൈബ് നമുക്ക് പുതിയ പടം കണ്ട കിട്ടില്ല. സീരിയസ് ആയിട്ട് പടം ഞങ്ങൾ കണ്ടിട്ട് കാണാനുള്ള സമയമില്ല. ഓരോ ഇൻട്രോയ്ക്കും നമ്മൾ ഫുള്ള് അടിച്ചു പൊളിയാണ്. ഡാൻസ്, വൈബ്, പാട്ട്, പിന്നെ ഫുള്ള് മൂഡ്, പിന്നെ കോമഡി. നമ്മുടെ പിള്ളേരുടെ കോമഡി ഒക്കെ എടുത്ത് പറയും. ജഗതി ചേട്ടനൊക്കെ എന്റെ പൊന്ന് പട്ടക്കം ബഷീർ ക്യാരക്ടർ സീരിയസ് ആയിട്ട് പറയലോ ഇല്ലടല്ലേ. ഇമ്മാതിരി ക്യാരക്ടർ ആരും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ഹനീഫിക്ക കുഴപ്പമില്ല, സെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം തട്ടിയെടുത്തുകൊണ്ട് പണം ഇതിന്റെ തട്ടിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഈ ചതിച്ചിട്ട് പോവുക. ഇവരെ ചതിച്ചിട്ട് പണം കൊണ്ട് മുങ്ങുക. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെയുള്ള നമ്മുടെ മണിക്കൂട്ടൻ, ഇദ്രിത്ത്, പിന്നെ സിദ്ദിഖ്, ഇവരൊക്കെ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. എന്ന് വെച്ചാൽ അഭിനയില്ല. അന്നത്തെ അഭിനയമൊക്കെ കണ്ടു സത്യം പറഞ്ഞാൽ നമ്മൾ തരിച്ചു പോകും. നമ്മൾ സിദ്ദിഖിക്കാനൊക്കെ അഭിനയം കാണില്ല. സത്യം പറഞ്ഞാൽ കോമഡിക്ക് കോമഡി, മാസിന് മാസ്, പ്യുവർ എന്റർടൈൻമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട വേറെ ആരുമില്ല, നമ്മൾ മണിച്ചേട്ടൻ കേട്ടേ. നടേശൻ ഈ എന്താണ് 2 കുപ്പി കല്ലും പുറത്ത് ഈ കൊച്ചിയിൽ കൊണ്ടുപോയി പറയുന്ന പോലെയല്ല. നടേശൻ കൊല്ലുന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. സൗത്തേരിയുടെ മാടിച്ചാട്ടൻ്റെ ഇൻട്രോ ഇല്ലേ, തിയേറ്റർ ഇളക്കി മറിച്ചു. നമ്മുടെ ഒരു വ്ളോഗ് ഇല്ലാതെ വരുന്നുണ്ട്. തീശി നമ്മൾ ആ ഒരു ചോട്ട മുംബൈക്ക് പോയൊരു വ്ളോഗ് നമ്മുടെ ഗ്രാമോസിക് ഇല്ലാതെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ തന്നെയാണ്. അപ്പോൾ അതിൽ കയറി കണ്ടു നോക്കാം നിങ്ങൾ. എന്താ നമ്മൾ പടം കണ്ടതുകൊണ്ട് റിവ്യൂ പറയണില്ല. അത്രയ്ക്കും ഇല്ല. ഒന്നെന്ന് വെച്ചാൽ വിനായകൻ, പിന്നെ നമ്മുടെ വിനായകൻ ഇല്ലാതെ ജയിലറിലെ വർമ്മ, എൻ്റെ മോനെ ആ സമയത്ത് കാണാം. ഇപ്പം അത്ര തടിയൊന്നുമില്ല, പക്ഷെ എന്നാലും പേട്ടപ്പെട്ട അഭിനയിക്കില്ല. ഒന്നും പറയണ്ട. അമ്മായി സാധനം ഞാൻ പറയുള്ളൂ. നിങ്ങളെ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ്റാണ്ടിൽ നഷ്ടമാണെന്ന് ഞാൻ പറയുള്ളൂ. സത്യം പറയുള്ളൂ. ഞങ്ങൾ റീ റിലീസിനൊക്കെ പോണ നാട്ടിലുള്ള എല്ലാ പടങ്ങളും ഞങ്ങൾ ഗില്ലി ഇറങ്ങിയ സമയത്ത് ലാസ്റ്റ് ദിവസം പോയത്. മനസ്സിലായി. നാളെ പടം മാറ്റും, ഇന്നത്തെ ലാസ്റ്റ് ഷോയ്ക്കാണ് പോയത്. അന്നും തിയേറ്ററിൽ 200 സീറ്റിന്റെ തിയേറ്റർ കപ്പാസിറ്റി ഏകദേശം 150 പേരോട് ഉണ്ടായിരുന്നു. അതാണ് തിയേറ്റർ റിലീസ് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ കണ്ട ആൾക്കാരോട് കാണും. ഇത് നമ്മൾ ഇപ്പോൾ അന്ന് ആ സമയത്ത് ഇപ്പൊ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ഈ പടങ്ങളൊന്നും. മനസ്സിലല്ലേ? അപ്പൊ ഇപ്പൊ പോയി കാണില്ല. അതേ പറയാനുള്ളൂ. അമ്മാതിരി പടങ്ങളാണ്. സത്യം പറയല്ലോ, അടിച്ചു പൊളിക്കണം. നമുക്കൊരു പ്യൂർ എന്റർടൈൻമെന്റ് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ 100 അല്ല 150, 200 കൊടുത്താലും കുഴപ്പമില്ല. ഫുൾ എന്റർടൈൻമെന്റ്. അടിക്ക് മാസിന് മാസ്, ഡയലോഗിന് ഡയലോഗ്, പാട്ടിന് പാട്ട്. ഞാൻ സൗണ്ടൊക്കെ പോയില്ല. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്റെ സൗണ്ടൊക്കെ പോയി. പക്ഷെ ഫുൾ കത്തല് കൂല്, പിന്നെ ഡാൻസ്, വേറെ മൂഡ് ഒന്നും പറയാനില്ല. ആ മാസ്കോടൊക്കെ ആകുമ്പോൾ അവസാനത്തെ പാട്ടൊക്കെ ഉണ്ടല്ലോ കേട്ടല്ലോ. സത്യം പറയല്ലോ, വേറെ അറിയില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കിയാൽ പറയുള്ളൂ. നിങ്ങൾ കാണാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടം ഞാൻ പറയുള്ളൂ. നിങ്ങൾ കണ്ടു നോക്കുക. സീരിയസ് ആയിട്ട് പറയുമല്ലോ. ലാലേട്ടൻ്റെ ഒരു ബെസ്റ്റ് ആ സമയത്ത് ഇറങ്ങിയ ബെസ്റ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ബെസ്റ്റ് പടം ആയിരിക്കും, പക്ഷേ എല്ലാം കൊണ്ടും സൂപ്പർ. പിന്നെ നമ്മുടെ സായികുമാർ ഉണ്ടാക്കി, പിന്നെ ഫുൾ കുസ്തി കാര്യങ്ങൾ അങ്ങനെ ബന്ധിച്ച് നിങ്ങൾ കാണില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. എന്നാലും നിങ്ങളൊന്നും പോയി ഒന്നുകൂടി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാതെ പറയുള്ളൂ. സീരിയസ് ആയിട്ട് നൈസ് പറഞ്ഞാൽ പക്കാ നൈസ്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ്. ഇപ്പൊ തന്നെ ഏകദേശം തിയേറ്ററിൽ നല്ല രീതിയിൽ കളക്ഷൻ പോയി. എത്രയോ ലക്ഷങ്ങൾ കളക്ഷൻ കിട്ടി തോന്നുന്നു. അതാണല്ലോ പറഞ്ഞത്. എന്താ വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെ കളക്ഷൻ കിട്ടണമെങ്കിൽ ഒരൊറ്റ പേര് ലാലേട്ടൻ.
ഒന്നും പറയില്ല സീരിയസ് ആയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഇനി നമ്മൾ ഒരിക്കൽ കൂടി പോകാൻ അവസരം കിട്ടിയാൽ, അവസരം പറഞ്ഞാൽ ഇല്ലാതെ ഈ പിള്ളേരെല്ലാവരും ഇല്ലാണ്ട് നമ്മൾ 2-3 പേര് പോയി കണ്ട വൈബാണ്. ഇല്ലാതെ വേറെ പിള്ളേർക്ക് ഉണ്ട്. ബട്ട് എന്നാലും നമ്മുടെ രീതിയിലുള്ള നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ പിള്ളേർ കംഫർട്ട് സോൺ എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഞങ്ങൾ ഏകദേശം 15 വരെയൊക്കെ പോയതില്ല. ഒന്നും പറഞ്ഞ സെറ്റ്. അപ്പൊ നിങ്ങളൊക്കെ പോയി കണ്ടു നോക്കുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മോശം പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല, ഉറപ്പാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ കണ്ടു നോക്കിയാലല്ല അതേ പറയാനുള്ളൂ. അപ്പോൾ ബൈ.